നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ ഓർമ്മിപ്പിക്കുന്നു. പ്രിയരെ, പ്രഭാത കേളിയിൽ നാരായണീയത്തിൽ 2 ശ്ലോകങ്ങൾ നമ്മൾ പറഞ്ഞു. ബ്രഹ്മത്തിൻ്റെ സ്വരൂപം ആദ്യത്തെ ശ്ലോകത്തിൽ, രണ്ടാമത്തെ ശ്ലോകത്തിൽ അതിനെ ഭജിക്കാത്തവരുടെ അവസ്ഥ, പിന്നെ ഞങ്ങൾ ഭജിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന കാര്യം. ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും അതല്ലാത്തതായ കാര്യങ്ങളെ, ഈശ്വരനല്ലാത്തതിനെ ചിന്തിക്കുന്നവരുടെ കഷ്ടാവസ്ഥയെക്കുറിച്ച് വിലപിക്കുകയാണ് കവി. ഞങ്ങളാവട്ടെ എല്ലാ ദുഃഖങ്ങളും തീരാനായിക്കൊണ്ട് വിശേഷാത്മാനം, എല്ലാ പരമാത്മാവായിരിക്കുന്ന ഗുരുവായൂരപ്പനെ സ്ഥിരമായിട്ടുള്ള മനസ്സോട് കൂടിയിട്ട് ഭജിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി ഭഗവാന്റെ ആ ഭജനം ഏത് വിധത്തിലാണ് ചെയ്യുക? ഭഗവാന്റെ സ്വരൂപത്തെ വർണ്ണിക്കുന്നു. പല രീതിയിലുള്ള ഭഗവാന്റെ സ്വരൂപ വർണ്ണനകളുണ്ട്. എങ്ങനത്തെയാണ് ഭഗവാന്റെ സ്വരൂപം? ഭഗവാനെ ഭജിക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ ഏത് രൂപമാണ്, എത്തരത്തിലുള്ളതാണ് എന്നൊക്കെ അറിയണമല്ലോ. അങ്ങനെ ധ്യാനമായിട്ടും മറ്റ് പല രീതിയിൽ വളരെയധികം പറയുന്നുണ്ട്. ഇവിടെ ചില കാര്യങ്ങൾ, വശങ്ങൾ മാത്രം ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ആ ഈശ്വരനെയാണ് ഭജിക്കുന്നത്. ഭഗവാന്റെ ആ വിഗ്രഹത്തിൽ ഭാഗ്യമുള്ളവർക്ക് ആനന്ദമുണ്ടാവും. ഭാഗ്യമുള്ളവർ ഭജിക്കുകയും ചെയ്യും. ധ്യാനിച്ചിട്ടും ചിന്തിച്ചിട്ടും ഭാഗ്യവാന്മാർ രമിക്കുന്നു. മിക്കവാറും ഈ ക്രിയ അവസാനമാണ് വരിക. അതാണ് നമ്മുടെ തസ്മിൻ ധന്യ രമന്തേ ശ്രുതിമതി മധുരേ സുഗ്രഹേ വിഗ്രഹേതേ. ആ മനോഹരമായ വിഗ്രഹത്തിൽ, വിഗ്രഹേതേ തേ വിഗ്രഹേ അങ്ങയുടെ വിഗ്രഹത്തിൽ, ധന്യ രമന്തേ ധന്യന്മാർ, ഭാഗ്യം സിദ്ധിച്ചവർ രമിക്കുന്നു. ഈ ലോകത്തിൽ വേറെ ഒന്നിലും രമിക്കണില്ല. അവർ ഒന്നിലും സുഖം കണ്ടെത്താൻ കഴിയണില്ല അവർക്ക്. ഒറ്റ കാര്യത്തിലേ ഉള്ളൂ, സുഗ്രഹേ വിഗ്രഹേ തേ, തേ വിഗ്രഹേ അങ്ങയുടെ വിഗ്രഹത്തിൽ. എങ്ങനത്തെ വിഗ്രഹത്തിൽ? സുഗ്രഹേ, നന്നായി ആസ്വദിക്കാൻ കഴിവുള്ളത്, സുഖേന ഗ്രഹിക്കാൻ സാധിക്കുന്നത്, മനോഹരമായി രസിക്കാനും മനസ്സുറപ്പിക്കാനും നിർത്താനും സാധിക്കുന്നത്. വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല എന്നർത്ഥം. കാരണം സൗന്ദര്യമുള്ള വസ്തുക്കളിൽ മനസ്സ് പോകുക സാധാരണമാണ് എല്ലാവർക്കും. അപ്പോൾ ഭഗവാനും സൗന്ദര്യത്തിൽ ഒട്ടും കുറവില്ല. അതുകൊണ്ടാണ് സുഗ്രഹേ വിഗ്രഹേ തേ, തേ സുഗ്രഹേ വിഗ്രഹേ, നന്നായി ഗ്രഹിക്കാൻ സാധിക്കുന്ന ആർക്ക്? ധന്യന്മാർക്ക്. ഭാഗ്യമുള്ളവർക്കാണ് അതിൽ ആനന്ദം കണ്ടെത്താൻ കഴിയുള്ളൂ. അപ്പം ഭാഗ്യമുള്ളവർക്ക് ആനന്ദിക്കാൻ കഴിയുന്ന, നന്നായി ആസ്വദിക്കാൻ കഴിവുള്ള ആ വിഗ്രഹത്തിൽ ധന്യന്മാരായിരിക്കുന്ന ഭാഗ്യവാന്മാർ തസ്മിൻ അതിൽ രമിക്കുന്നു എന്ന് പറഞ്ഞു. ആ വിഗ്രഹത്തിൽ, ആ രൂപത്തിൽ, ആ സ്വരൂപത്തിൽ ഈശ്വരൻ്റെ ആ ശരീരത്തെ കണ്ട് ധന്യന്മാർ, ധന്യ രമന്തേ, രമിക്കുന്നു, ആനന്ദിക്കുന്നു എന്ന് പറഞ്ഞു. സുഗ്രഹേ വിഗ്രഹേത്തെ. അതിൻ്റെ വിശേഷണങ്ങൾ, എങ്ങനത്തെ വിഗ്രഹം അല്ലെങ്കിൽ എങ്ങനത്തെ ശരീരം, അതാണ് അതിന് മുമ്പേ ഉള്ളതിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ സത്വം എത്തത് പരാഭ്യാമപരികലനതോ. സുഗ്രഹേ വിഗ്രഹത്തെ, അങ്ങയുടെ നന്നായി ഗ്രഹിക്കാവുന്ന വിഗ്രഹത്തിൽ രസിക്കുന്നു. എങ്ങനത്തെ വിഗ്രഹം? സത്വം എത്തത് പരാഭ്യാം അപരികലനതോ. ഒരു വിശേഷണം, നമ്പർ 1. എന്താണ് സത്വഗുണം തികഞ്ഞതായിട്ടുള്ള ശരീരം? നമ്മുടെ ശരീരമൊക്കെ സത്വഗുണമുണ്ട്, രജോ ഗുണമുണ്ട്, തമോ ഗുണമുണ്ട്. ആയുർവേദത്തിൽ അതിനെ വാതപിത്ത കപാദികളായിട്ട് ത്രിദോഷമായിട്ട് പറയുന്നേ ഉള്ളൂ. അതായത് ഈ 3 എണ്ണം ഉണ്ട്. ഒന്ന് ഉറക്കം വരിക, തമോ ഗുണം. പിന്നെ ഒന്ന് ഉണർന്നിരിക്കുക, സത്വഗുണം. രജോ ഗുണം
ഉണർന്നിരിക്കുന്ന സമയത്ത് പ്രവൃത്തിയിലേക്ക് മനസ്സ് പോവുക, പ്രവൃത്തിയിലേക്ക് ഇങ്ങനെ ചിന്തിക്കുക, ഓരോന്ന് വേണം എന്ന് പ്രവൃത്തി എടുക്കുമ്പോൾ അത് രജോ ഗുണാത്മകമാണ്. ഈ മൂന്നും ഈ ലോകത്തിൽ ശരിക്കും പറയാൻ ചില ആവശ്യമുണ്ട്. രാത്രി തമോ ഗുണം ഇല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റുമോ? അപ്പോൾ രാത്രി എന്ന ആവശ്യമാണ്, പകൽ സത്വഗുണം ആവശ്യമാണ്. ഈശ്വര കാര്യങ്ങൾ ചെയ്യണ സമയത്ത് മനസ്സ് ഏകാഗ്രമായിട്ട് നിൽക്കണം. നിശ്ചലമായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ഇല്ലാതിരിക്കലാണ്, പ്രവൃത്തികൾ ഇല്ലാതിരിക്കലാണ്. അപ്പോഴേനെ ഈശ്വരനെ ചിന്തിക്കാൻ കഴിയും. ഈ പ്രവൃത്തി എന്ന് പറയുന്നത് വേണ്ടാത്തതാണോ? അങ്ങനെ ലോകം തന്നെ നടക്കില്ല. അപ്പോൾ രജോ ഗുണവും വേണം. അപ്പോൾ ഇത് മൂന്നും നമുക്ക് ആവശ്യമാണ്. സത്വം വേണ്ടിടത്ത് സത്വം, രജസ് വേണ്ടിടത്ത് രജസ്, തമസ് വേണ്ടിടത്ത് തമസ്. ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള സമ്മേളനമാണ് പ്രപഞ്ചം. സത്യത്തിൽ അതിൽ ഭഗവാന്റെ ശരീരം എന്ന് പറയുന്നത് രജോ ഗുണവും തമോ ഗുണവും ഇല്ല. നമ്മുടെ കയ്യിൽ ഇതുണ്ട്. അതാണ് നമ്മളും ഭഗവാനും തമ്മിൽ ഉള്ള വ്യത്യാസം. ഇവിടെ പരാഭ്യാം എന്ന വാക്കിൻ്റെ അർത്ഥം സത്വമല്ലാത്തത് എന്നാണ്. എന്താ സത്വമല്ലാത്തത്? രജോ ഗുണവും തമോ ഗുണവും. പരാഭ്യാം സത്വമല്ലാത്തത്, ഇതല്ലാത്ത മറ്റേത് എന്നർത്ഥം. ഇതാ മറ്റേത് എന്ന് പറഞ്ഞാൽ സത്വം അല്ലാത്തത്. സത്വം അല്ലാത്തത് എന്താണ്? രജോ ഗുണവും തമോ ഗുണവും. അപ്പം അതിനോട് കൂടിയിട്ട് അപരികലനതോ, കലരാത്തത്. കലനതോ എന്ന് പറഞ്ഞാൽ കലരുന്നത്. എനിക്ക് വാക്ക് മലയാളം സംസ്കൃതം ചേരില്ലേ. കലനതോ എന്ന് പറഞ്ഞാൽ കലരുന്നത്, രണ്ടും ഒപ്പാവും. അപരികലനതോ എന്ന് പറഞ്ഞാൽ കലരാത്തത്. അപരികലനതോ, ഇവിടെ പരാഭ്യാം അപരികലനതോ, ഇവിടെ പരികലനതോ എന്നൊന്നും വായിക്കരുത്. മപരീന്നും വായിക്കണ്ട, അപരി എന്ന് വായിക്കണം. കാരണം പരാഭ്യാം അവിടെ അനുസ്വാരമുണ്ട്. പ്ലസ് അപരികലനതോ ആണ് പരാഭ്യാം അപരികലനതോ ആയി തീരുന്നത്. അപ്പം പരാഭ്യ എന്ന് പറഞ്ഞാൽ രജോ ഗുണം തമോ ഗുണം, സത്വമല്ലാത്ത മറ്റേ രണ്ട് ഗുണങ്ങൾ, ഇതല്ലാത്തതായ രണ്ട് ഗുണങ്ങൾ, അതാണ് പരാഭ്യാം. അപരികലനതോ, പരികലനതല്ല അപരികലനതോ, ചേരാത്തത്. രജസ്തമോ ഗുണങ്ങളുടെ കലർപ്പ് ഇല്ലാത്തത്, ഇതാണ് ഒരു ഗുണം. അങ്ങനത്തെ ഭഗവാന്റെ ശരീരത്തെ സുഗ്രഹേ വിഗ്രഹേത്തെ ധന്യാരമന്തേ, ഭാഗ്യമുള്ളവർ അതിൽ രമിക്കുന്നു. രജസ്തമോ ഗുണങ്ങളുടെ കലർപ്പില്ലാത്തത് കൊണ്ട് നിർമ്മലം. രജോ ഗുണവും തമോ ഗുണവും ഒരു ലേശൊരു മാലിന്യമായിട്ടാണ് സ്വതവേ ആത്മീയത്തിൽ പറയൽ. ഇല്ലാണ്ട് കഴിയില്ല എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ സത്വഗുണമാണ് ശുദ്ധമായിട്ടുള്ളത്, അതിലാണ് കലർപ്പ് വരുന്നത്. അപ്പം നിർമ്മലമാവണമെങ്കിൽ സത്വഗുണം മാത്രമാവണം. അതുകൊണ്ട് ഭഗവാന്റെ ശരീരം നിർമ്മലമാണ്. എന്തുകൊണ്ട് നിർമ്മലമാണ്? രജസ്തമോ ഗുണങ്ങൾ ഇല്ലാത്തതുകൊണ്ട്. സത്വം എത്തത് പരാഭ്യാം അപരികലനോ നിർമ്മലം തേന താവത്. ആ ശരീരത്തിൽ നിർമ്മലമായിരിക്കുന്ന രജസ്തമങ്ങളുടെ തമസ്സുകളുടെ കലർപ്പില്ലാത്ത ശരീരത്തിൽ ധന്യാരമന്തേ, ധന്യന്മാർ രമിക്കുന്നു. ഈ പറയുന്നു ഭൂതേർ ഭൂതേന്ദിയേ വഭൂ. അവിടെ ഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങൾ, ഈ ലോകം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ്. ഭൂതങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കുന്ന, ഇന്ദ്രിയങ്ങളെ കൊണ്ടും ഉണ്ടാക്കിയതായ ആ ശരീരം, ആ ഏത് ശരീരമാണെങ്കിലും പഞ്ചഭൂതങ്ങളെ കൊണ്ടേ ഉണ്ടാക്കാൻ സാധിക്കൂ, അല്ലാണ്ട് ശരീരം ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഭൂതേർ ഭൂതേന്ദിയേത്തേ ബഭൂ, അങ്ങയുടെ ശരീരം സത്യത്തിൽ ഒരു ഉപാദാന കാരണം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളാണ്. ഒരു വസ്തു ഉണ്ടാക്കണമെങ്കിൽ രണ്ട് കാരണം വേണം. ഒന്ന്, അത് ഉണ്ടാക്കാനൊരു കർത്താവ്, വ്യക്തി, പിന്നെ റോ മെറ്റീരിയൽസ്. ഇങ്ങനെയാണല്ലോ നമ്മളൊരു വസ്തു ഉണ്ടാക്കുക. മണ്ണുകൊണ്ട് കുടം ഉണ്ടാക്കണം. അവിടെ മണ്ണ് ഉപാദാന കാരണവും കുംഭകാരൻ ഉപാദാനമല്ലാത്ത യഥാർത്ഥ കാരണവുമാണ്. കുംഭകാരനാണ് ഉപാദാന കാരണമായിരിക്കുന്ന മണ്ണ് കൊണ്ട് കുടം ഉണ്ടാക്കുന്നത്. അപ്പോൾ റോ മെറ്റീരിയലിനെയാണ് ഉപാദാന കാരണം. അപ്പോൾ പഞ്ചഭൂതങ്ങളാണ് ഇവിടെ ഭഗവാന്റെ ശരീരവും ഉണ്ടാക്കിയിരിക്കുന്നത്, പഞ്ചഭൂതങ്ങളെ കൊണ്ട് തന്നെയാണ്. അത് വളരെയധികം വ്യാസൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ശ്രൂയതേ വ്യാസവാക്യം. സർവേശ്വര, ഉപാദാന കാരണമായിരിക്കുന്ന പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഭൂതേർ ഭൂതേന്ദിയത്തെ വവു, അതാണ് അങ്ങയുടെ ശരീരം എന്ന് വ്യാസാദികൾ പറഞ്ഞിട്ടുണ്ടല്ലോ.
എന്തുകൊണ്ട് നിർമ്മിച്ചു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി പറയുകയാണ് തത് സ്വച്ഛത്വാത് യത് അച്ഛാദിത പരസുഖചിത് ഗർഭനിർഭാസരൂപം. അത് ശരിക്കും പറയുകയാണെങ്കിൽ അച്ഛാദിത പരസുഖചിത് ഗർഭനിർഭാസരൂപം ആണ്. മറവില്ലാതെ ഉത്കൃഷ്ടമായിരിക്കുന്ന പ്രകാശം ഉള്ളിൽ നന്നായി വിളങ്ങുന്ന രൂപമുള്ളതാണ് എന്നർത്ഥം. അച്ഛാദിതം എന്ന് പറഞ്ഞാൽ മറയ്ക്കാത്തത്. ആച്ഛാദിത പരസുഖജ് ആച്ഛാദിത പരസുഖജിത് തത് സ്വച്ഛത്വാത് ആച്ഛാദിത പരസുഖജിത് ഗർഭനിർഭാസരൂപം. യാതൊരു പ്രകാരത്തിലും മറവോ മുറിവോ ഇല്ലാത്തത്. ധാമ്നാസേന സദാ നിരസ്ത കുഹകം. ജന്മാദ്യത്തെ ശ്ലോകത്തിലും പറഞ്ഞിട്ട് യാതൊരു മറവോ ഇല്ലാത്തത്. ആച്ഛാദിത ഗർഭനിർഭാസരൂപം, അതിലാണ് ധന്യന്മാരായിട്ടുള്ളവർ രമിക്കുന്നത്. സുഗ്രഹേ വിഗ്രഹേത്തെ, മറവില്ലാത്ത ഉത്കൃഷ്ടമായ സുഖമായും പ്രകാശം ഉള്ളിൽ വിളങ്ങുന്നതും ആയിക്കൊണ്ടുള്ളതായ പരസുഖചിത് ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാരമന്തേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേത്തെ. ഇപ്പോൾ പറയാണ് അങ്ങയുടെ ശ്രുതിമതിമധുരേ, കേൾപ്പാനും സ്മരിക്കാനും രസം തോന്നിക്കുന്ന. ശ്രുതി എന്ന് പറയുമ്പോൾ കേൾക്കുക, മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നാണ് ശരിക്ക്. സ്മരിക്കാനും, മതി എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്. ബുദ്ധി കൊണ്ട് സ്മരിക്കുക, ചെവി കൊണ്ട് കേൾക്കുക. ശ്രുതി മതി മധുര, ഇതിൽ രണ്ടിനും നല്ലതാണ്. സ്മരിക്കുമ്പോഴും മധുരമാണ്, കേൾക്കുമ്പോഴും മധുരമാണ്. ഭഗവാന്റെ ഒരു പ്രത്യേകത അതാണ്. കേൾക്കുമ്പോഴും സുഖമുണ്ട്, അതുപോലെ തന്നെ കണ്ടാലും സുഖമുണ്ട്, ചിന്തിച്ചാലും സുഖമുണ്ട്. കണ്ണുങ്ങളെ കൊണ്ട് കാണുക, ചെവി കൊണ്ട് കേൾക്കുക, ഏത് രീതിയിലായാലും അതിൽ സുഖമാണ് ഉള്ളത്. കേൾക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും മധുരമായി ഭവിക്കുന്നതായ സുഗ്രഹേ വിഗ്രഹേത്തെ, അതിൽ ധന്യന്മാർ ഭാഗ്യവാന്മാർ സദാ രമിക്കുന്നു. നിർമ്മലമായിരിക്കുന്ന ആ ശരീരത്തിൽ എന്തുകൊണ്ടാണ് നിർമ്മലമാവുന്നത്? പരാഭ്യാം അപരികലനതോ, രജസ്തമോ ഗുണങ്ങളുടെ കലർപ്പില്ലായിക കാരണം, സത്വഗുണം മാത്രം ആയിക കാരണം നിർമ്മലം ആയിരിക്കുന്നതും, രജസ്തമോ ഗുണങ്ങളുടെ കലർപ്പായ മാലിന്യായി അതില്ലാത്തത് കൊണ്ട് സത്വഗുണം മാത്രമായിട്ടുള്ളതും, പരാഭ്യാം അപരികലനതോ, പരാഭ്യാം രജസ്തമോ ഗുണങ്ങൾ, അപ്പം അവയുടെ കലർപ്പ് ഇല്ലായ്മ കൊണ്ട് നിർമ്മലമായിട്ടുള്ളതും. ഇതാണ് ഒന്ന്. ഭൂതേന്ദ്രിയേസ്തേ, പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടു എന്ന് പറയുന്ന വ്യാസാദികൾ പറയുന്ന, പലവരും പറഞ്ഞതായിട്ട് കേൾക്കുന്നതായിരിക്കുന്ന ആ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിരിക്കുന്ന ഭൂതേന്ദ്രിയേത്തെ, ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതായി. അതൊക്കെ ആയാലേ ശരീരമാവുള്ളൂ. ശരീരമാവണം എന്നുണ്ടെങ്കിൽ ഈ പഞ്ചഭൂതങ്ങളും വേണം, ഇന്ദ്രിയങ്ങളും വേണം. ഇത് രണ്ടും ഇല്ലാണ്ട് ഒരു ശരീരം ഉണ്ടാവില്ല. ഇത് ഭഗവാന്റെ ശരീരമാണെങ്കിലും അങ്ങനത്തെ കണ്ണാമൂക്ക് അതൊക്കെ ഭഗവാൻ ഉണ്ടല്ലോ, ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ അതിൽ കൂടിയിട്ട് അതുകൊണ്ടാണ് ശരീരം ഉണ്ടാക്കുന്നത്, ഇന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങളെ കൊണ്ട്. അത് ഇവിടെ വ്യാസൻ പല പ്രാവശ്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ശ്രൂയതേ വ്യാസവാക്യം. ഇവരാണ് തത് സ്വച്ഛത്വാത് യദച്ഛാദിത പരസുഖചിത് ഗർഭനിർഭാസരൂപം. സ്വച്ഛത്വാത് ശുദ്ധി ഉള്ളതായതുകൊണ്ട്, സ്വച്ഛത്വം എന്ന് പറഞ്ഞാൽ ശുദ്ധി സത്വഗുണം മാത്രം ആയതുകൊണ്ട്, തത് സ്വച്ഛത്വാത് യദച്ഛാദിത പരസുഖചിത്, സ്വച്ഛത്വം കൊണ്ട്, വളരെയധികം ശുദ്ധമായ അവസ്ഥ കൊണ്ട്, നൈർമല്യം ഹേതുമായിട്ട്. സ്വച്ഛത്വം നിർമ്മലത്വം. സ്വച്ഛ ഭാരത് എന്ന് കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ, അല്ലേ? ശുദ്ധമായിട്ടുള്ള ഭാരതം, മാലിന്യമില്ലാത്ത മുക്തഭാരതം എന്നൊക്കെ സ്വച്ഛ ഭാരതം സംസ്കൃതമാക്കണത്. സ്വച്ഛം എന്ന് പറഞ്ഞാൽ നൈർമല്യം കൊണ്ട് മറയ്ക്കാത്തതായ, യാതൊരു മറവോ മുറിവോ കൂടാത്തതായ ആ ഗർഭസ്വരൂപം വളരെയധികം നിർമ്മലത്വം, രജസ്തമോ ഗുണങ്ങളുടെ കലർപ്പില്ലാത്തത് കൊണ്ട് നിർഭാസരൂപം, നന്നായി വിളങ്ങുന്ന രൂപമുള്ളത് കൊണ്ട്, നന്നായി വിളങ്ങുന്നതായിരിക്കുന്നു
എന്നർത്ഥം. നൈർമല്യമില്ലാതെ നന്നായി വിളങ്ങുന്നു. അതുകൊണ്ട് എന്തു ചെയ്യുന്നു? ധന്യന്മാരായിട്ടുള്ളവർ കേട്ടിട്ടും സ്മരിച്ചിട്ടും ആ രൂപത്തിൽ ആനന്ദം അനുഭവിക്കുന്നു. രജസ്തമോ ഗുണങ്ങളുടെ കലർപ്പ് ഇല്ലായ്മ കാരണം നിർമ്മലമായതുകൊണ്ടും പഞ്ചഭൂതങ്ങളെ കൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടും നിർമ്മിക്കപ്പെട്ട എന്ന് വ്യാസൻ പല പ്രാവശ്യവും പല സ്ഥലത്തും വ്യക്തമാക്കിയതായ വാസവാക്യത്താൽ വ്യക്തമാക്കപ്പെട്ടതായ വളരെ സ്വച്ഛമായ നിർമ്മലമായ പരസുഖചിത് ഗർഭനിർവാസരൂപം, ഉള്ളിൽ വിളങ്ങുന്ന സ്വരൂപത്തോടുകൂടി ധ്യാനിപ്പാൻ വളരെ സുഖമുള്ളതാണ് എന്നാണ്. അങ്ങനെയുള്ളതായ സ്വരൂപത്തിൽ ഭാഗ്യവാന്മാർ സദാ രമിക്കുന്നു. അതിനും വേണമൊരു ഭാഗ്യം എന്ന് പറയണം. അല്ലാത്തവർക്ക് അതിലിപ്പോൾ എന്താ പത്ര എന്ന് തോന്നും. ഭാഗ്യമുള്ളവർ അതിൽ തന്നെ ഈ വണ്ട് താമരയുടെ ഉള്ളിൽ തേനും കുടിച്ചിരുന്നാൽ പിന്നെ അവിടുന്ന് ഒരിക്കലും പോവില്ല. കാരണം അതിൻ്റെ അഭിപ്രായത്തിൽ അതിനോളം സുഖം വേറെ എവിടെയില്ല. തേനിൻ്റെ ഉള്ളിലാണ് പോയാൽ ഈ താമര കൂടിയാലും കൂടി അത് അറിയില്ല അത്രേ. കാരണം അത്രയധികം ആ തേനിൽ ആകൃഷ്ടമായിട്ടാണ് അത് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത്. പിന്നെ എന്ത് വന്നാലും അത് അറിയണില്ല എന്നർത്ഥം. അതുപോലെ ഇത് തന്നെയാണ് പരമസുഖം എന്ന് വിചാരിച്ച് വേറെ ഒന്നിലും മനസ്സ് പോകാതെ ധന്യന്മാർ തസ്മിൻ ധന്യാ രമന്തേ, ആ വിഗ്രഹത്തിൽ സുഗ്രഹേ വിഗ്രഹേത്തെ, നന്നായി വിളങ്ങുന്ന സ്വരൂപത്തോടു കൂടിയ അങ്ങയുടെ വിഗ്രഹത്തിൽ ഭാഗ്യവാന്മാർ മറ്റൊന്നിനെയും ചിന്തിക്കാതെ അതിൽ തന്നെ വിളങ്ങുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. സാത്വികമായിട്ടുള്ള ശരീരമാണ് ഭഗവാന്റെ. പഞ്ചഭൂതങ്ങളാലും ഇന്ദ്രിയങ്ങളെ കൊണ്ടും നിർമ്മിച്ചതാണ്. എന്നാലും രജസ്തമങ്ങളോട് കലർപ്പില്ല. സാധാരണ ഇന്ദ്രിയങ്ങളെ കൊണ്ടും പഞ്ചഭൂതങ്ങളെ കൊണ്ടും നിർമ്മിച്ച രജസ്തമങ്ങളുടെ കലർപ്പുണ്ടാവും. നമ്മുടെയൊക്കെ ശരീരത്തിൽ പഞ്ചഭൂതങ്ങളും ഉണ്ട്, ഇന്ദ്രിയങ്ങളും ഉണ്ട്. പക്ഷേ രജോ ഗുണമുണ്ട്, തമോ ഗുണമുണ്ട്. അപ്പോൾ അവിടെ ഒരു ചെറിയ വ്യത്യാസം കാണാം. ഇന്ദ്രിയങ്ങളെ കൊണ്ടും പഞ്ചഭൂതങ്ങളെ കൊണ്ടും നിർമ്മിച്ചിട്ടും ഭഗവാന്റെ ശരീരത്തിൽ എന്തേ രജസ്തമോ ഗുണങ്ങളില്ലാണ്ടിരിക്കാൻ? അത് ഭഗവാനായതുകൊണ്ട് തന്നെ വേറെ ഉത്തരവൊന്നുമില്ല. സ്വർഗാരോഹണം കഴിഞ്ഞപ്പോൾ അവിടെ ഭസ്മം പോലും കണ്ടില്ല എന്നാണ്. നമ്മുടെ ശരീരം അവശിഷ്ടം അവിടെ കാണുമല്ലോ, ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ അതിനർത്ഥം ഇത് സാധാരണ ഒരു ശരീരമല്ല, വിശേഷേണ ഉള്ള ശരീരം തന്നെ ആകുന്നു. കൽപ്പിച്ച ശരീരമാണ് ശരിക്കും, ഭഗവാന് ശരീരമില്ലല്ലോ. അപ്പോൾ അതിൽ ഭാഗ്യവാന്മാർ സദാ രമിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. നമുക്കൊന്ന് ചൊല്ലി നോക്കാം. സത്വം എത്തത് പരാഭ്യാമപരികലനതോ നിർമ്മലം തേന താവത് പൂതേർപൂതേന്ദ്രിയൈസ്തേ വപുരിതിപകിഷ ശ്രൂയതേ വ്യാസവാക്യം തത്സ്വച്ഛത്വാത് യദച്ഛാദിതപരസുഖചിത് ഗർഭനിർവാസരൂപം തസ്മിൻ ധന്യാരമന്തേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേ തേ. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.